സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 16-ാമത്തെ ദശകത്തിലെ 2 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. അതിൽ ദക്ഷൻ്റെ പുത്രിമാരായിരിക്കുന്ന 16 പേരിൽ 13 പേരെ ധർമ്മദേവനും സ്വഹ സ്വധ സതി ഇവരെ അഗ്നിദേവൻ, പിതൃക്കൾ പരമേശ്വരൻ, ശിവന്, സതിയെ പരമേശ്വരനാണ് കൊടുത്തത് എന്ന് പറഞ്ഞു വെച്ചു. 13 പുത്രിമാരിൽ ഒരാളായ മൂർത്തിയിൽ ഭഗവാൻ നരനാരായണ സ്വരൂപിയായിട്ട് അവതരിക്കുകയും ചെയ്തു. തപസ്സിൻ്റെ ദേവതകളായിട്ടാണ് അവരെ കണക്കാക്കുക. ഭാരതത്തിലെ നരനാരായണ മൂർത്തിയായിട്ടാണ് നാരദൻ ഭജിക്കണത് എന്ന് 9 ഖണ്ഡങ്ങളിലുള്ള ഉപാസനയെ പറയുമ്പോൾ പറയും. ഭാരതത്തിൽ നരനാരായണ പ്രാധാന്യം കിട്ടാൻ കാരണം തപശ്ചര്യകളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ലൗകിക ആർഭാടങ്ങളിലോ ആഡംബരങ്ങളിലോ വസ്തുക്കളിലോ അല്ല, എത്രത്തോളം ചുരുങ്ങിയ സംഗതികളെ കൊണ്ട് ജീവിക്കാം. നമ്മൾ സൗകര്യങ്ങൾ കൂട്ടി 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 എവിടേക്ക് എത്തിക്കണം എന്ന് ഒരു നിശ്ചയില്ലാത്ത അവസ്ഥയാണ്. AC റൂം പോരാ, അതിലപ്പുറത്തേക്ക് വേണം, AC കാറ് വേണം, ഒരു കാറ് പോരാ, അത് ലേറ്റസ്റ്റ് മോഡൽ തന്നെ വേണം. എങ്ങനെയൊക്കെയോ നമ്മൾ ആഡംബരങ്ങൾ കൂട്ടണം. എന്തൊക്കെയായാലും പിന്നെയും തൃപ്തി ഉണ്ടോ മനുഷ്യന്? 1 കോടി ഉറുപ്പിയുടെ വീടുണ്ടായാലും അതിനേക്കാളും കണ്ട അയ്യോ അങ്ങനെ ആക്കായിരുന്നു എന്ന് തോന്നും. അപ്പം അങ്ങനെയല്ല, ഒരു ശരീരം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഭാരതത്തിലുള്ള ഒരു കൗപീനം മാത്രം എടുത്ത് ആ ഹിമാലയത്തിൽ തപസ് ചെയ്ത് മാതൃക കാണിച്ചവരാണ്. ശരീരം ആദ്യങ്കലു ധർമ്മസാധനം, ശരീരം മതി ഒരു മനുഷ്യന് ജീവിക്കാൻ. അത് പ്രയോഗിക്കാൻ അറിയണമെന്ന് മാത്രം, അല്ലെങ്കിൽ ഇടയ്ക്ക് പട്ടിണി കിടക്കും. അതിനെ ധ്യാനത്തിൽ കൂടിയിട്ടോ സാധനങ്ങളിൽ കൂടിയിട്ടോ സിദ്ധി നേടിയിട്ടോ പ്രയോഗിക്കാൻ അറിഞ്ഞാൽ, അതിനെ ക്ലോസ് ഉണ്ട് കേട്ടോ, അറിഞ്ഞാൽ ഈ ഒരൊറ്റ ശരീരം മതി ഇത്ര ഒരാൾക്ക് ജീവിക്കാൻ. ബാക്കി ഒന്നും ആവശ്യമില്ല, അറിയണം. ഒരു രീതിയാണ് ശരിക്കും തപശ്ചര്യ. എത്രത്തോളം ചുരുങ്ങിയതുകൊണ്ട് കഴിയാൻ പറ്റുമെന്ന് നോക്കുക. കൂട്ടി 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 കൊണ്ടുവരില്ല. അതാണ് ഭാരതം ഉണ്ടായിട്ട് ഉപേക്ഷിച്ച രാജ്യം എന്ന് പറയും. ഉള്ളതും ഇല്ലാത്തതില്ലേ മറ്റു രാജ്യങ്ങളിൽ, ഒരു ഉള്ളവർ ഇല്ലാത്തവർ. ഇവിടെ ഒരു കൂട്ടരും കൂടിയുണ്ട്. അതെന്താ? ഉണ്ടായിട്ട് ഉപേക്ഷിച്ചവർ. ബുദ്ധൻ തൻ്റെ കൊട്ടാരവും പത്നി എല്ലാം ഒരു നിമിഷം കൊണ്ടൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനൊരു കൂട്ടരെ നമുക്ക് ഭാരതത്തിൽ എത്ര കാണാൻ പറ്റും? ഉണ്ടായിട്ട് ഉപേക്ഷിക്കുന്നവർ. ഇല്ലാഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ട്, എന്നിട്ട് ഉപേക്ഷിച്ചു. അതെന്താ? അത് ഉപേക്ഷിക്കുന്നതിൽ കൂടി ത്യാഗം എന്നതേ നേട്ടം, താഴ്മദാനത്തിനതി തേന തെക്തേന പുഞ്ചീത. ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത് എല്ലാം കുറച്ച് 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 കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് കാണിക്കുന്ന മാർഗമാണ് നരനാരായണ മൂർത്തി തപസ്സിൻ്റെ മാർഗം ഈ ലോകത്തിലേക്ക് കാണിച്ചത്. ഈ തുടർന്ന് പറയുകയാണ് അവതാര ഉദ്ദേശം. ശ്ലോകം 3 ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സഹസ്രവർത്തര തപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരേ ഭവന്തോ ശിഷ്ടേക കങ്കടമമും നഹദാം സലീലം. പറയുണ്ടായി സംഗതി വശാൽ സഹസ്രകവചൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ, ശരിക്ക് ആ അസുരനെ നിഗ്രഹിക്കാനാണ് ഈ നരനാരായണ അവതാരം ഉണ്ടായതെന്നാണ്. ഇതിനെ ഈ നരനാരായണനായിട്ട് അവതരിച്ചിട്ട് ഗ്രഹിക്കണം. അദ്ദേഹം ഒരു വരം വാങ്ങി. എല്ലാവർക്കും ഈ വരം വാങ്ങലാണ്. എന്തിനാ പാവങ്ങളെ മരിക്കാണ്ട് ശരീരത്തിലിരിക്കണം? എന്താ കഷ്ടം ആലോചിച്ച് നോക്കൂ. ഒരു മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവല്ലേ വേണ്ട. ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുക. ഈ സാത്വികന്മാരും ദേവന്മാരും തപസ്സികളും ആരെങ്കിലും
ഭഗവാനോട് മരിക്കാണ്ടിരിക്കാൻ വരം വാങ്ങിയത് കണ്ടിട്ടുണ്ടോ? അതൊക്കെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. മരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വരം കൊടുക്കില്ല. പക്ഷേ തിരിച്ചും മറിച്ചും അങ്ങനെയും കൊല്ലരുത്, ഇങ്ങനെയും കൊല്ലപ്പെടരുത്, മനുഷ്യനാൽ മാത്രമേ മരിക്കാവൂ, രാവണൻ അങ്ങനെ ഒരു ദേവനെ കാണിച്ചു തരാൻ പറ്റില്ല. ദേവന്മാർ പൊതുവേ പതിവില്ല, ദുർലഭം സന്ദർഭം. അതുപോലത്തെ തപസ്സികൾ, സാത്വികന്മാർ, ഇവരൊന്നും ഈ ശരീരത്തിലിരിക്കാനായിക്കൊണ്ട് ഒരു വരം മേടിക്കില്ല. അത് വിട്ടാലേ സുഖം ഉണ്ടാവുള്ളൂ എന്ന് അവർക്ക് നല്ലോണം അറിയാം. പിന്നെ എന്തിനാ ഇതിൽ 4 ദിവസം അധികം ഇരുന്നിട്ട് കാര്യം? നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാണ്ട് ഈ കഥയിൽ നിന്ന് കേട്ടോ. കഥ അങ്ങനെ പോവും, അതൊരു വിഷയം. 28 ദിവസവും 30 ദിവസവും വെൻറ്റിലേറ്ററിൽ കിടന്നാലും ആ ട്യൂബ് എടുക്കരുത് എന്ന് പറയാനവരാണ് പലരും. കാരണം എടുത്ത ഇളക്ക് അറിയാൻ മരിക്കുന്നു. ആ ട്യൂബ് വെച്ചിട്ടെങ്കിലും 4 ദിവസം നരകാണെങ്കിലും ഈ ഭൂമിയിൽ കഴിയണം എന്ന നമ്മുടെ ആശ എത്ര ബാലിശവും അറിവില്ലായ്മയാണ് എന്നൊന്ന് നോക്കൂ. എന്തിനാ ഈ വെൻറ്റിലേറ്ററിലിട്ടൊന്നും കാര്യമില്ല. കാരണം അത് എല്ലാവരും വരാണ്ടെങ്കിൽ വരാൻ വേണ്ടി നിർത്താമെന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ഈ ജീവനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് എത്രത്തോളം പിടിച്ച് നിർത്താൻ പറ്റും? ഒക്കെ അതിലുണ്ട്, ഒരു ദിവസം പോകുന്ന ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ മാതിരിയുള്ള അഭ്യാസങ്ങൾക്കൊന്നും ശരിക്ക് ഒരർത്ഥമില്ല. രോഗം വന്നാൽ ചികിത്സിക്കണം, അല്ല എന്നല്ല. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിൽ പണ്ട ചികിത്സേവ ഗതായുഷീന്ന്, ആയുസ് കഴിഞ്ഞാൽ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ശരീരത്തിലുള്ള ആസക്തിയാണ് സഹസ്രകവചനെ എന്തിനു പ്രേരിപ്പിച്ചത്? 1000 കൊല്ലം യുദ്ധവും 1000 കൊല്ലം തപസ്സും ഒരാൾ ചെയ്താൽ അങ്ങനത്തെ ഒരാൾക്ക് എന്നെ കൊല്ലാൻ പറ്റൂ? ഇത് നടക്കുമോ? ആലോചിച്ചു. തപസ് എന്ന് പറഞ്ഞാൽ നല്ലോണം ശരീരം ഒതുക്കി ചെയ്യേണ്ട കാര്യം, ഇളകാൻ പാടില്ല, നിശ്ചലമാക്കി ചെയ്യേണ്ട കാര്യം. യുദ്ധം എന്ന് പറഞ്ഞാൽ നിശ്ചലാക്കിയാൽ പറ്റുമോ? നല്ലോണം ശരീരം ഇളകിയിട്ടല്ലേ അമ്പും മില്ലും തൊട്ടിട്ട് യുദ്ധം ചെയ്യുക. തഞ്ചം നോക്കിയിട്ടും ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ചാടിയിട്ടൊക്കെ ചെയ്യേണ്ട കാര്യമാണ് യുദ്ധം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. 1000 കൊല്ലം വേണേ ഇനിയും. ഇപ്പം തനിക്ക് മരണമില്ല എന്ന് വിചാരിച്ചു പാവം സഹസ്രകവചൻ. ഭഗവാനോടുണ്ടോ ഈ വക സൂത്രങ്ങളൊക്കെ നടക്കണു? അദ്ദേഹം 2 മൂർത്തിയായിട്ട് ഇങ്ങോട്ട് അവതരിച്ചു. അങ്ങനെ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് നരനും ഒന്ന് സഖാവ് ആയിട്ടുള്ള നാരായണനും, സഹോദരൻ. നരനാരായണനായിട്ടുള്ളൊരു അവതാരം മൂർത്തിയിലേക്ക് ധർമ്മഗൃഹിണി നേരത്തെ പറഞ്ഞല്ലോ. ധർമ്മൻ്റെ ആ ഗൃഹത്തിൽ മൂർത്തിയുടെ പത്നിയായിട്ടുള്ളത് പത്നിയിൽ ഭഗവാൻ നരനാരായണനായിട്ട് അവതരിച്ചു. എന്നിട്ടോ പറയണം, പര്യായ നിർമ്മിത തപസ്സമരേ. പര്യായ നിർമ്മിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ വാക്കിൻ്റെ അർത്ഥം മാറി മാറി എന്നാണ്. ഊഴമിട്ട് നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. ഭാഗവതം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആലോചിക്കാതെ പറഞ്ഞാൽ തെറ്റും. ആലോചിക്കാതെ പറഞ്ഞു നോക്കൂ. നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം, നരൻ തപസ് ചെയ്യുമ്പോൾ ഉണ്ടോ? അപ്പോൾ എന്തേ പറഞ്ഞേ? പറയാനും കൂടി പ്രയാസമുള്ള കാര്യമായാൽ അത് പ്രവർത്തിക്കേണ്ട കാര്യം പിന്നെ പറയാനുണ്ടോ? അപ്പം നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും, നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ ഉണ്ടോ? ഇപ്പോഴും സംശയമായി. അപ്പോൾ പറയാൻ പോലും നല്ലോണം ആലോചിച്ച് മനസ്സിരുത്തിയിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഇടയ്ക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് എത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് കാണിക്കാനാണ്. ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ മറ്റേ ആൾ തപസ് ചെയ്യുക, മറ്റേ ആൾ തപസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൾ യുദ്ധം ചെയ്യുക, എന്നാൽ തെറ്റില്ല. പേര് പറഞ്ഞാലും കൂടി അത് അപ്പം അത്രയും പ്രയാസമുണ്ടത്. ഇപ്പോഴിവിടെ 2 ആളായതുകൊണ്ട് ഇവർക്ക് അത്ര പ്രയാസം വന്നില്ല. പര്യായ നിർമ്മിത തപ സമരവും, തപസ്സും സമരവും വ്യത്യസ്തങ്ങളായ കാര്യമാണ്. ഊഴമിട്ട് 2 പേരും അനുഷ്ഠിച്ചിട്ട് എന്ത് ചെയ്തു? പിന്നെ എളുപ്പമായില്ലോ. 1000 കൊല്ലം തപസ്സും യുദ്ധം ചെയ്താൽ മരിക്കൊല്ലാന്ന് വരണ്ട്. വരബല അത്രേ പറഞ്ഞിട്ടുള്ളൂ, അതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം പറഞ്ഞിട്ട് ഒരു പഴുത് എപ്പോഴും ഉണ്ടാവും അത്രേ മരിക്കാൻ. അങ്ങനെ വരം കൊടുക്കുള്ളൂ. മരിക്കരുത് എന്നുള്ള വരം ഒരു ദേവന്മാരും കൊടുക്കില്ല. എനിക്ക് മരിക്കാണ്ടിരിക്കാനുള്ള വരം വേണമെന്ന് തരില്ല എന്ന് പറയും. വകുപ്പില്ല, തിരിച്ച് മറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ എന്നേ എത്രേ പറയുക. ഇവിടെ തപസ്സും യുദ്ധവും ഒരേ സമയം ഒരാൾ 1000 കൊല്ലം, കുറച്ചൊന്നുമല്ല, അനുഷ്ഠിച്ചു. ഭവന്തോ ശിഷ്ടേക കങ്കടമമും.
അങ്ങനെ അവന് സഹസ്ര കവചം എന്ന് പറയാൻ തന്നെ കാരണം ഇച്ചിരി പ്രയാസമാണ് അവനെ കൊല്ലാനായി. 1000 കവചങ്ങളുണ്ട് എന്നാണ്. ഒരു കവചമായാൽ തന്നെ അവനെ കൊല്ലാൻ പ്രയാസമാണ്. അസ്ത്രം അതിൻ്റെ മുകളിൽ വന്ന് തറയ്ക്കുക, അത് നല്ല ബലമുള്ള സാധനമാവും അല്ലേ. അപ്പോൾ പൊട്ടി, ആ കവചം പൊട്ടി, അടുത്ത കവചം പൊട്ടി, ഇങ്ങനെ 1000 കവചം പൊട്ടുക എന്ന് പറഞ്ഞാൽ അപ്പം ഇവൻ അത്ര വേഗം കൊല്ലാൻ പറ്റുന്ന ആളല്ല. പക്ഷേ ഭഗവാനും സാധിക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ 1000 കൊല്ലം തപസ്സും 1000 കൊല്ലം യുദ്ധവും കഴിഞ്ഞില്ലേ, ഈ 1000 കവചം ഭഗവാൻ അങ്ങോട്ട് ഭേദിച്ചു. അതിനുള്ള അസ്ത്രമൊക്കെ ഉണ്ട്. ബ്രഹ്മാസ്ത്രത്തിനുണ്ടോ വല്ല പ്രയാസവും? ബ്രഹ്മാസ്ത്രത്തിനെ ഏതിനെയും നശിപ്പിക്കുന്നതാണ്. അപ്പം അത്തരം ഏതെങ്കിലും ഒരു പ്രയോഗം അവിടെ നടത്തിയിട്ടുണ്ടാവാം. ഒരു കവചം മാത്രം ബാക്കി വെച്ചു. ആയുധവും കവചവും ഇല്ലാത്തവരോട് യുദ്ധം ചെയ്യരുത് എന്ന് യുദ്ധശാസ്ത്രമുണ്ട്. അതിനുണ്ട് ശിഷ്ടേക കങ്കടം, ഒരു കങ്കടം എന്ന് പറഞ്ഞാൽ കവചം. 999 കവചം വേണ്ടാന്ന് വെച്ചു. ഒരു കവചം മാത്രം ബാക്കി നിർത്തി ന്യഹതാം സലീലം, കളിയായിട്ട് അവനെ വധിച്ചു. ഒരു ചെറിയ ഈച്ചയെ കൊതുവിനെ പാറ്റയെ കൊല്ലണ ലാഘവത്തിനെ കഥാം വധിച്ചു. സലീലം, ലീലയായിട്ട് കളിയായിട്ട് ആ സഹസ്രകവചനെ വധിച്ചു. പര്യായ നിർമ്മിത തപസ്സമരേ, തപസ്സും സമരവും തപസ്സും യുദ്ധവും പര്യായ നിർമ്മിത മാറി 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 ചെയ്തുകൊണ്ട് ഭവന്തൗ, അങ്ങനെ ചെയ്തതായിട്ടുള്ള ഭവാന്മാരാൽ ഒരു കങ്കടം മാത്രം ബാക്കി വയ്ക്കപ്പെട്ട് കളിയായിട്ട് അവനെ വധിച്ചു. അവൻ്റെ വിശേഷണമാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത്. സഹസ്ര വത്സര തപസമരാഭിലവ്യൈഹി, തപസമരാഭിലവ്യൈ, 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട് മാത്രമേ ഇവൻ്റെ കവചം മുറിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാൾക്ക് ഈ കവചം മുറിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് വരം. വേറൊരാൾക്ക് ഈ കവചത്തെ പൊട്ടിക്കാൻ കഴിയില്ല. കവചം പൊട്ടിയില്ലെങ്കിൽ മരിക്കൂല. അപ്പം അതുകൊണ്ട് 1000 കൊല്ലം യുദ്ധവും 1000 കൊല്ലം സമരം. സഹസ്ര വത്സര, 1000 കൊല്ലം, വത്സരം എന്ന് പറഞ്ഞാൽ തപസമര, തപസ്സും സമരവും കൂടി ചെയ്തിട്ട് അങ്ങനത്തേത് കൊണ്ട് മാത്രം മുറിക്കാൻ കഴിയുന്ന തപസ്സമരാഭിലവ്യൈഹി, 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട് മാത്രം മുറിക്കാൻ കഴിയുന്ന ആ കവചത്തെ എങ്ങനെയാണ് ചെയ്തത്? മാറി മാറിക്കൊണ്ട്. പര്യായ നിർമ്മിത തപസ്സമരോ ഭവന്തോ, 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ യുദ്ധവും മാറി മാറി ചെയ്തു. പര്യായ നിർമ്മിത, അങ്ങനെ ഉള്ള ഭവാന്മാരാൽ ആ കങ്കടം, അതായത് കവചം, കങ്കണം എന്ന് പറഞ്ഞാൽ കയ്യിലിടേണ്ടതാണ് കേട്ടോ വള, അത് കങ്കടമാണ് വാക്ക്, കങ്കണമല്ല കങ്കടം. ശിഷ്ടേക കങ്കടം അമും നഗതാംസലീലം, കളിയായിട്ട് അവനെ വധിച്ചു. നരനാരായണ വധമാണ്, ഇത് സഹസ്ര കവചൻ്റെ വധമാണ് നരനാരായണ അവതാരത്തിൻ്റെ ഉദ്ദേശം. സഹസ്ര കവചൻ എന്ന അസുരനെ വധിക്കാനായിട്ടാണ് ഭഗവാൻ ഈ അത്ഭുത അവതാരം കൈക്കൊണ്ടത്. സഹസ്ര കവചനെ അങ്ങനെ വധിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നത്തെ പ്രവൃത്തികളെ പറയണം. അന്വാചരൻ ഉപദിശന്നഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാസീ ശക്രോതേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാപരിവൃതം പ്രചികാരമാരം. ഇന്ദ്രനെപ്പോഴും ഈ തപസ് വല്ലാതെ ഒരാൾ ചെയ്യേണ്ട പരിഭ്രമാണ്. തൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനാവുമോ? നരനാരായണന്മാർ ഈശ്വരനായിട്ടും കൂടി ഇന്ദ്രൻ വെറുതെ വിട്ടില്ല. അത് തൻ്റെ നാശത്തിനാണെന്ന് അറിഞ്ഞതുമില്ല. എന്തായാലും എന്ത് ചെയ്തു? എല്ലാ ദിക്കിലും മോക്ഷധർമ്മത്തെ ഉപദേശിച്ചുകൊണ്ട് ഭവാന്മാർ നടന്നു. നരനും നാരായണ അന്വാചരൻ സഞ്ചരിച്ചു. അന്വാചരൻ ഉപദിശന്നഭി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ, സഹോദരനായിരിക്കുന്ന നരനാരായണന്മാരാണല്ലോ, സഹോദരനോട് കൂടിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തു? മോക്ഷധർമ്മത്തെ ആചരിച്ച് കാണിച്ചു കൊടുത്തു. പറയലൊന്ന് പ്രവൃത്തിയൊന്നും അങ്ങനെയില്ല. വേറൊരാൾക്ക് ഉപദേശിക്കുമ്പോൾ കേമാക്കുക, തൻ്റെ കാര്യം വരുമ്പോഴോ വേറെയാക്കുക. അങ്ങനെ ആയിരുന്നില്ല. അതാണ് അന്വാചരൻ ഉപദിശൻ.
ഉപദേശിക്കാനുള്ള മാർഗം അധികാരം എപ്പോഴും ആർക്കേ ഉള്ളൂ? താനത് ജീവിതത്തിൽ അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ഉപദേശത്തിന് പഠിച്ച് പറയുക തത്ത പോലെ എന്നുള്ള അർത്ഥമേ വരൂ. അതാണ് 16,108 അന്തഃപുരത്തിൽ നാരദൻ കയറി ഇറങ്ങിയപ്പോൾ അവസാനം ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ധർമ്മം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കും കൂടി ചെയ്യും നാരദ, പറയൽ മാത്രമല്ല എന്ന് പറയാണ്. അഹം ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത. പറയണ ആൾ മാത്രമല്ല, പ്രവർത്തിക്കും കൂടി ചെയ്യും. തം ശിക്ഷയൻ ആണ് പുത്രമാക്കിത. അത് പഠിക്കാൻ വേണ്ടിയാ നിന്നെ കൊണ്ട് ഈ വേഷമൊക്കെ ഞാൻ കെട്ടിച്ചത്. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, എന്നെ പരീക്ഷിച്ചു എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് നാരദനോട് പറയുന്നുണ്ട്, ധർമ്മം ആചരിക്കുക കൂടി ചെയ്താലേ. അതുകൊണ്ട് ആചാര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാ? ധർമ്മം ആചരിക്കുന്നവൻ. അഹം ധർമ്മച്ച വക്താച്ച കർത്താ തദനുമോദിത. അത് ചെയ്തു കൊടുക്കും കൂടി ചെയ്യും. അതാണ് മോക്ഷധർമ്മം മന്വാചരൻ ഉപദേശിക്കുക മാത്രമല്ല ആചരിക്കുകയും ചെയ്തു. അങ്ങനെ ബദരികാശ്രമത്തിലേക്ക് പോയി തപസ് കുറേയും കൂടി ചെയ്തളയാം എന്ന് വിചാരിച്ചു. ഈ അധികമായ കുഴപ്പമില്ലാത്ത ചില കാര്യങ്ങളിൽ പെട്ടത് അത്ര ഈ തപസ്. നെയ്യേറിയതുകൊണ്ട് അപ്പം കേടുവരില്ലല്ലോ. എന്ന പോലെ എത്ര ചെയ്താലും ഇച്ചും കൂടി അയക്കളയെന്ന് വെച്ചുകൊണ്ട് ഒരു ദോഷവും വരില്ല, ഗുണേ വരൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ശമ തപോബല നിസ്സകാത്മ, ശാന്തി സമാധാനാവസ്ഥ തപസ്സിൻ്റെ ബലം. തപസ്സിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ശാന്തി, ക്ഷമ. അതാണ്. ക്ഷിപ്രകോപികൾക്ക് ഒന്നും തപശക്തിയോ സിദ്ധിയോ കിട്ടില്ല. ഒരു പ്രാവശ്യം കോപിച്ചാൽ അതുവരെയുള്ള തപശക്തി ഒക്കെ നഷ്ടാവും അത്രേ. അപ്പോൾ തപശക്തി എന്തുകൊണ്ടാണ് കിട്ടുക? കോപിക്കാതിരുന്നാലേ കിട്ടൂ. അപ്പം അത്രയധികം ശാന്തഭാവത്തിൽ വർത്തിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ. അത് ശമം, ശാന്തമായിട്ടുള്ള അവസ്ഥ. എന്താ പറയുക, പ്രകോപനങ്ങൾ ഉണ്ടായാലും ദേഷ്യപ്പെടില്ല. ശമ തപോബല, ശമവും തപോബലവും കണ്ട് അസഹനീയത ഉണ്ടായി. നിസ്സഹാത്മാ, സഹാത്മാ എന്ന് പറഞ്ഞാൽ സഹിക്കണവൻ. നിസ്സഹാത്മാ വിപരീതം, സഹികെട്ട്, സഹനശക്തിയോ സഹിഷ്ണുതയോ ഇല്ലാതെ എന്ത് ചെയ്തു? മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതന്നെ ചെയ്തത്. എന്ത് ചെയ്തു? മാരം ദിവ്യാംഗന പരിവൃതം പ്രചികായ, കാമദേവനെ അയച്ചു. പണ്ടേ ഉണ്ട് ഈ ഏർപ്പാട്. ശിവനെ അടുത്തേക്ക് അയച്ചിട്ടാണ് ശിവൻ ഒരു നോട്ടം കൊണ്ട് കാമദേവൻ്റെ ശരീരം ഇല്ലാണ്ടായത്. അനങ്കൻ, ശരീരമില്ലാത്തവനായി കാമദേവൻ. അതേ പ്രസംഗി എന്നോടാണ് എൻ്റെ കളിയല്ലേ എന്ന് ചോദിച്ച ശിവൻ തൃക്കണ്ണ് തുറന്നപ്പോഴേക്കും കാമദേവൻ ഒരു പിടി ചാമ്പലായിട്ടാണ് മാറി. നീ ഈ വക കളി ആരിലും കളിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞിട്ടൊക്കെയാണ് ശരീരം വീണ്ടും കൊടുത്തു എന്നാണ്. കാമം എന്ന് പറഞ്ഞ ലോകത്തിലില്ലെങ്കിൽ ഈ ലോകത്തിലത്തെ കാര്യങ്ങൾ നടക്കില്ല. വംശവർദ്ധനം ഉണ്ടാകാണ് കാമപ്രദപ്രഭു. കാമം ഉണ്ടാക്കണതും കാമപ്രദനായിട്ടുള്ളതും കാമം ഒക്കെ ആയിട്ടുള്ള കാമം ചേർത്ത് കുറേ വാക്കുണ്ട് സഹസ്രനാമത്തിൽ. അത് ഭഗവാൻ തന്നെയാണ്. ഇപ്പം ഏതായാലും മാരം, കാമദേവൻ, വെറും കാമദേവനല്ല, കൂടെ ആരുണ്ട്? ദിവ്യാംഗന പരിവൃതം മാരം, അപ്സര സ്ത്രീകൾ, അതീവ സുന്ദരികളായിട്ട് ആരുടെയും മനസ്സിനെ ആകർഷിക്കാൻ കഴിവുള്ള ഭാവങ്ങളെ കൊണ്ട് ആകർഷിക്കാൻ കഴിവുള്ള ദിവ്യാംഗനകളോട് കൂടി ചുറ്റപ്പെട്ട് അവരാൽ സേവിക്കപ്പെട്ടതായ കാമദേവനെ പ്രചികായ പറഞ്ഞയച്ചു. ഇനി അതിന് അവർക്കുണ്ടായതായിട്ടുള്ള അനുഭവമൊക്കെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോണത്. തപസ് മുടക്കാൻ വേണ്ടി ഇവരെയൊക്കെ അയച്ചു എന്നും പറഞ്ഞിട്ട്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.